കഴിഞ്ഞ ദിവസം മുതൽ ഈ തേങ്ങലാണ് നാട് കേൾക്കുന്നത്. കൊച്ചുമകനെ ഓർത്ത് ഒരച്ചമ്മയുടെ നിലയ്ക്കാത്ത വിലാപം. നഷ്ടബോധത്തിന്റെ വേദനയിൽ ഒറ്റപ്പെട്ടു പോകാതിരിക്കാൻ സദാസമയം സുഹൃത്ത് വലയം അച്ഛനെ വിടാതെ കൂടെ നടക്കുന്നുണ്ട്. ചേട്ടൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ പട്ടാളമാണത്, പിന്നെ ഫുട്ബോൾ കളി, പിന്നെ വോളിബോളും ഉണ്ട്. പ്രത്യേകിച്ച് ചേട്ടന് അത്രയൊക്കെ, പിന്നെ കുടുംബം നല്ല വൃത്തി കൊണ്ടുപോകണമെന്നുണ്ട്. പരീക്ഷ ഇല്ലെന്ന് പറഞ്ഞു എന്റെ മോനിരുന്ന് അന്നേരം പരീക്ഷ എഴുതുക. അത് കേട്ടപ്പോ എനിക്ക് പ്രളയം കയറി എന്റെ കുഞ്ഞെന്തിയെന്ന് ചോദിച്ചു. എന്റെ മോന് മക്കളെ, എന്റെ മോന് പോലെ NCCക്ക് വേണ്ടി വരിയിടുന്ന പൈസയാതെ എന്റെ മോന് പോലെ ഒരു മുട്ടായി പോലെ തിന്നത്തില്ലേ. എന്റെ മോന് പോലെ, എന്റെ മോന് പോലെ അപ്പൊ ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ട് എന്റെ ഇഷ്ടത്തിലാതെ NCCക്ക് വിട്ടത്. NCCക്ക് പോയതാ. എന്റെ മോന് പോലെ NCCക്ക് പോയതാ. എന്റെ മോന് പോലെ. അയൽക്കാർക്കും ഉറ്റവർക്കും മിഥുൻ പ്രിയപ്പെട്ട മകനായിരുന്നു. അതുകൊണ്ടാണ് ഓർമ്മകളെപ്പറ്റി പറയുമ്പോൾ ചിലർക്ക് വാക്കുകൾ ഇടറുന്നത്. പോയി ഓടി കണ്ട് ഒന്നും പറയാത്ത കണ്ടീഷനായിരുന്നു. അവിടെ ഉണ്ടായിരുന്നില്ല വൈകുന്നേരം ഇവിടെ എല്ലാം ഉണ്ടായിരുന്നു. 11 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ മോനെ NCCക്ക് പോയേക്കുവാ. എല്ലാത്തിനും പാസ്സായി. അതിനെല്ലാം മുട്ടായി വാങ്ങിച്ച് വെള്ളക്കുടുത്തി കൊടുക്കാൻ. മിഥുന്റെ ഓർമ്മകൾ തുളുമ്പുന്നിടത്തേക്ക് എത്തിയത് കൊണ്ടാകാം മന്ത്രി ചിഞ്ചുറാണി മുൻപ് പറഞ്ഞതൊക്കെ തിരുത്തിയത്. ഇനി അമ്മ സുജയ്ക്കായുള്ള കാത്തിരിപ്പാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അമ്മ എത്തും, പിന്നീട് ഈ വീട്ടിലേക്കും. ശേഷം മിഥുന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കും. അപ്പോൾ 2 മണിയോടുകൂടിയെങ്കിലും ഇവിടെത്തും നമ്മൾ എത്തിയിരിക്കും. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുഞ്ഞിൻ്റെ ബോഡി നമ്മൾ അവിടെ നിന്നെടുത്ത് സ്കൂളിൽ കൊണ്ടുപോയി പൊതുദർശനത്തിന് വെക്കും. 12 മണിക്കൂറിലെങ്കിലും കുഞ്ഞിനെ ഇവിടെ എത്തിക്കാൻ പറ്റും. 4 5 മണിക്കുള്ളിൽ തന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടത്തുവാൻ ആണിപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. അടുത്തറിഞ്ഞവരും കേട്ടറിഞ്ഞവരും മിഥുൻ്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. വിലപിക്കുന്നവരോട് എന്തു പറഞ്ഞ് ആശ്വാസം നൽകണം എന്നറിയാതെ നിസ്സഹായരായി വന്നു മടങ്ങുന്നവർ. രാകേഷിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.